അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും ഒരു വലിയ ആഗ്രഹമായിരിക്കും, പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾക്ക്, സഹോദരി സഹോദരന്മാർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപകാരമാകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് വിശുദ്ധ ഖുർആൻ. ഏത് പ്രായക്കാർക്കും പഠിക്കേണ്ട ആവശ്യമില്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് മനഃപ്പാഠമാക്കേണ്ട ആവശ്യമില്ല. അഥവാ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ ക്ലാസ്സുകൾ കേൾക്കുന്നതിലൂടെ നമുക്ക് വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ് ആണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. നമുക്കൊക്കെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندعو أبناءنا وأبناءكم ونساءنا ونساءكم وأنفسنا وأنفسكم ثم نبتهل فنجعل لعنة الله على الكاذبين. ആൽ ഇംറാൻ സൂറത്തിന്റെ 61-ാമത്തെ ആയത്താണ്. 34-ാമത്തെ ക്ലാസ് ആണ്. ഖത്മുൽ ഖുർആന്റെ 31-ാമത്തെ ക്ലാസ് ആണ്. നമ്മുടെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ കൃത്യമായിട്ട് ഓർഡർ അനുസരിച്ച് ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഖത്മുൽ ഖുർആൻ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ കൂടെ മനോഹരമായിട്ട് കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഏറ്റവും ചുരുങ്ങിയത് 2 പ്രാവശ്യം 3 പ്രാവശ്യമെങ്കിലും ഖത്മുകൾ തീരുന്ന രൂപത്തിലുള്ള ഒരു ചെറിയൊരു ക്ലാസ് ആണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ തന്നെ 2ഉം 3ഉം അതുപോലെ തന്നെ നിങ്ങൾ എത്രയാണോ ആവർത്തിക്കുന്നത് അതിനനുസരിച്ച് ഖത്മ് തീർക്കാൻ നമുക്ക് സാധിക്കും. ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഈ ക്ലാസ് ഈ തുടങ്ങിയ ക്ലാസ് അവസാനിക്കുന്നതോടുകൂടെ, എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് അല്ല, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഖത്മുൽ ഖുർആന്റെ ക്ലാസ് ഇതിങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടാണ്. അപ്പൊ ഇത് തീരുന്നതോടുകൂടെ നമ്മളാൽ കഴിയുന്ന, പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് അതിന്റെ നിയമങ്ങളൊക്കെ കുറെയൊക്കെ പാലിച്ചുകൊണ്ട് ഖത്മ് തീർക്കാൻ സാധിക്കും. അല്ലാഹു തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 61-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണം ചെയ്യാം. فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا. ഓതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള നൂന് വന്നാൽ അതിന് ശേഷമുള്ള അക്ഷരം ഏതാണെന്ന് നോക്കണം. അതുപോലെ തന്നെ സുക്കൂനുള്ള മീമ് വന്നാൽ അതിന് ശേഷമുള്ള അക്ഷരം ഏതാണെന്ന് നോക്കണം. സുക്കൂനുള്ള നൂനിൻ്റെയും മീമിൻ്റെയും നിയമങ്ങൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഷദ്ദുള്ള മീമ്, ഷദ്ദുള്ള നൂന്, ഇത് രണ്ടും നമ്മൾ മണിക്കേണ്ടതാണ്. ഒന്ന് ചെറിയ നിലക്കൊന്ന് പ്രസ് ചെയ്യാൻ മണിക്കുക. അതുപോലെ തന്നെ മദ്ദുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനൊക്കെ പുറമെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയാണോ ശ്വാസം മുറിയുന്നത് അഥവാ ശ്വാസം വിടാൻ വേണ്ടി എവിടെയാണോ നിർത്തുന്നത് ആ നിർത്തുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. നിർത്തുന്ന ഭാഗത്തിന് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. തൻവീൻ ഫത്ഹ് നീട്ടാനുള്ള സ്ഥലം ഹാത്താ ഓ, ഇവിടെയാണ് നിർത്തുന്നത്. ഹാത്തായിൽ നിർത്തുകയാണെങ്കിൽ അവിടെ ഹാഇന് താഇനെ മാറ്റി ഹ ആക്കി കൊടുത്തിട്ട് സുക്കൂനുള്ള ഹ ആയി കൊടുക്കുക എന്നുള്ളതാണ്. തൻവീൻ ഫത്ഹും നീട്ടാനുള്ള സ്ഥലവുമാണെങ്കിൽ അത് അതുപോലെ നീട്ടിയാണ് അവസാനിപ്പിക്കേണ്ടത്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും സുക്കൂൻ കൊടുത്തിട്ടാണ് അവസാനിപ്പിക്കേണ്ടത്. ഉദാഹരണത്തിന് ഫമൻ ഹാജക എന്നുള്ളിടത്ത് നിർത്തുമ്പോൾ കാഫിന് സുക്കൂൻ കൊടുക്കണം. ഫമൻ ഹാജക്. ഫീഹി എന്നുള്ളിടത്താണെങ്കിൽ ഫീ
മിൻ ബഅദ് ദാലിന് സുക്കൂൻ കൊടുത്തു. മ എന്നുള്ളിടത്ത് നിർത്തുമ്പോൾ അവിടെ നിർത്തിയ മ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിർത്തേണ്ടത്. കാഫിന് സുക്കൂൻ കൊടുത്തു. മിന എന്നുള്ളിടത്ത് നിർത്തുകയാണെങ്കിൽ മിനൽ ഇൽം ഫഖുൽ അവിടെ പിന്നെ സുക്കൂൻ തന്നെയാണ്. തആലൗ അവിടെയും സുക്കൂനാണ്. നദ്ഉ എന്നുള്ളിടത്ത് നദ്ഉ. അബ്നാഅന അവിടെ നീട്ടാനുള്ള സ്ഥലമാണ്, നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോ ഏകദേശം വഖഫ് ചെയ്യേണ്ട രൂപങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഫമൻ ഹാജക ഫീഹി മിൻ ബഅദ് ദാലിന് സുക്കൂൻ കൊടുത്തു. അപ്പോൾ നിർത്തേണ്ട സംഗതി മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറയും, പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നിർത്തുമ്പോൾ നമുക്ക് പറയാം. കുറച്ചൊന്ന് പഴയതിനേക്കാൾ കുറച്ചൊന്ന് സ്പീഡ്, നമ്മൾ കുറേയൊക്കെ ഏകദേശം 34ാമത്തെ ക്ലാസ് ആണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് സ്പീഡ് എന്ന് പറഞ്ഞാൽ ആയത്തുകളുടെ എണ്ണം നമുക്കൊന്ന് കൂട്ടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മനോഹരമായിട്ട് പാരായണം ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിർബന്ധമായിട്ടും ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവർ മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ പരിശോധിക്കുക. താഴെയുള്ള ആ മദ്രസ ഖുർആൻ പഠന സഹായം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ അവിടെ മേലെ ഇങ്ങനെ വീഡിയോ അങ്ങനെ കാണിക്കും. ആ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോകൾ മുഴുവനും അവിടെ ഉണ്ടാവും. ഓരോന്നിങ്ങനെ സ്ക്രോൾ മേലോട്ട് ഇങ്ങനെ നീക്കി കൊടുത്താൽ താഴെയുള്ള ഇഷ്ടംപോലെ വീഡിയോകൾ കാണാൻ കഴിയുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതല്ല നമ്മുടെ ക്ലാസ്സിന്റെ താഴെ, ഇപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ താഴെ മദ്രസ ഖുർആൻ പഠന സഹായം ഉണ്ടാവും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ തന്നെ അവിടെ മേലെ വീഡിയോ എന്ന് കാണിക്കും. ആ വീഡിയോയിൽ ഒന്ന് വീഡിയോ എന്ന് എഴുതി കൊടുത്ത സ്ഥലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ മുഴുവനും അതിൻ്റെ താഴെ മേലോട്ട് ഇങ്ങനെ നീക്കി കൊടുത്താൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മുടെ ഖത്മുൽ ഖുർആൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. യാസീനും അതുപോലെ തന്നെ വാഖിയയും മുൽക്ക് സൂറത്തും റഹ്മാൻ സൂറത്തും ഇങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ സൂറത്തുകളടക്കം താഴെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നതാണ്. ഏതായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ, നമ്മുടെ ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ വാട്സപ്പിൽ ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ കിട്ടണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فمن حاجك فيه من بعد ما جاءك من العلم فمن ഇദ്ഹാർ ചെയ്യണം അല്ലേ? നൂനിന്റെ ശേഷം ഇദ്ഹാറിന്റെ അക്ഷരമാണ്. ഒന്ന് നൂനിന്റെ നിയമം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കി. സുക്കൂനുള്ള നൂനിന്റെയോ തൻവീന്റെയോ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി തൻവീനെ മാറ്റി മീമാക്കി കൊടുക്കുക. മിംബാദി എന്നുള്ളത് കണ്ടില്ലേ? മിംബാദി നൂനിന്റെ സ്ഥലത്തിന് ശേഷം സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഒന്നുമില്ല. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ, സുക്കൂൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നുമില്ല, സുക്കൂനാണ് അല്ലേ? അപ്പോ സുക്കൂനുള്ള നൂനിന് ശേഷം വന്നു, നൂനിനെ മാറ്റി മീമായിക്കുക. മിൻ എന്നുള്ളതിന് പകരം മിം മിംബാദി മാ ജാഅക. അപ്പൊ സുക്കൂനുള്ള നൂനിന്റെ ശേഷം വന്നാൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. അതിന്റെ പേരാണ് ഇഖ്തിലാബ് എന്ന് പറയും. അപ്പൊ മീമായി കഴിഞ്ഞാൽ പിന്നെ മറച്ചു മണിക്കുക. നൂനിന്റെ ശേഷം ലാമോ റാവും വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ നൂനിന്റെ ശേഷം തൻവീന്റെ ശേഷം ലാമോ നൗമി നൂന് വാവ് മീമിയ എന്നീ 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുന്നതിന്റെ കൂടെ മണിക്കുകയും ചെയ്യുക. ഇതാണ് വ്യത്യാസം. ഇത് മണിക്കണം. മറ്റേത് ഇദ്ഗാമും ബിലാഉന്ന എന്ന് പറഞ്ഞാൽ മണിക്കേണ്ട. ലാമും റാവുമാണെങ്കിൽ ഇദ്ഗാമും ബിലാഉന്നയാണ്, മണിക്കരുത്, കൂട്ടി യോജിപ്പിക്കണം. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങൾ നൗമി നൂന് വാവ് മീമിയ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം പോരാ, മണിക്കുകയും ചെയ്യണം. ഇനി സുക്കൂണിന്റെ നൂന്റെ തൻവീന്റെ ശേഷം ഹംസ ഐന് ഗൈന് ഈ 6 അക്ഷരങ്ങൾ വന്നാൽ നമ്മുടെ ചാർട്ടിലേക്ക് നോക്കുക. ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇദ്ഹാർ ചെയ്യാൻ നൂനിനെ വ്യക്തമാക്കി പറയണം. ഇതുപോലെ
ഫമൻ ഹാജ്ജക, ഫമൻ എന്ന നൂന് വ്യക്തമായി. ഫമൻ ഹാജ്ജക മിൻ ബഅദി, മിൻ ബഅദി എന്നുള്ളത് കണ്ടില്ല, മിൻ എന്ന് വ്യക്തമാക്കിയില്ല, കാരണം ശേഷമുള്ള ബ ആണ്. അപ്പം മിൻ എന്ന് പറയാൻ പറ്റില്ല. മിൻ ബഅദി മാ ജാഅക. ഇതല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങളാണ്. 15 അക്ഷരത്തിൽ ഏതക്ഷരം വന്നാലും മറച്ച് മണിക്കുക. ഒഴിവാക്കുകയും ചെയ്യുന്നില്ല, നൂനിനെ ഒഴിവാക്കുകയും ചെയ്യുന്നില്ല, വ്യക്തമായി പറയുകയും ചെയ്യുന്നില്ല. രണ്ടിൻ്റെയും ഇടയിലായിട്ട് നിർത്തുക. അതിൻ്റെ പേരാണിത് ഇഖ്ഫാ, മറച്ച് മണിക്കുക. അപ്പൊ നോക്കി, ഫമൻ ഹാജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി ഫഖുൽ തആലൗ. ഫമൻ വ്യക്തമാക്കി ഹ എന്നതുകൊണ്ട്. ശേഷമുള്ള ഒരു ഹാജൂക ഫീഹി, അവിടെ വഖഫ് ചെയ്തു. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ അക്ഷരം സുക്കൂൻ കൊടുക്കണം. തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ ഒന്നുകൂടി അല്പം നീട്ടുക. ഫീ, ആ നീട്ടുന്നതിന്റെ പേരാണ് മദ് ആരിദ് എന്ന് പറയും. ഫമൻ ഹാജ്ജക, ഫമൻ ഹാജ്ജക, അതിനുശേഷം ഒരു അലിഫ് നീട്ടാൻ വന്നു. അതിനുശേഷം ശബ്ദാക്കപ്പെട്ട ജീമാണ്. ശബ്ദുള്ള അക്ഷരം വന്നാൽ മദ് ലാസിമാണ്. മദ്ദക്ഷരത്തിന് ശേഷം നീട്ടാൻ ഉപയോഗിച്ച അക്ഷരത്തിന് ശേഷം, നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാണ്? അലിഫ് ഉണ്ട്, യാ ഉണ്ട്, വാവ് ഉണ്ട്. ഫത്ഹിന് അലിഫ്, കസറിന് യാ, ലൊമ്മിന് വാവ്. നീട്ടാൻ ഉപയോഗിച്ചതിന് ശേഷം ശബ്ദുള്ള നൂന് വരികയോ സുക്കൂനുള്ള നൂന് വരികയോ ഒക്കെ ചെയ്താൽ, അല്ല സുക്കൂനുള്ള അക്ഷരം വരികയോ ശബ്ദുള്ള അക്ഷരം വരികയോ ഒക്കെ ചെയ്താൽ അവിടെ മദ് ലാസിമാണ്. നിർബന്ധമായിട്ടും ആ മദ് നമ്മൾ നീട്ടേണ്ടതാണ്. ഫമൻ ഹാജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി ഫഖുൽ തആലൗ മാ ജാഅക. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു, മദ് മുത്തസിലാണ്. അതേ വാക്കിലാണെങ്കിൽ മദ് മുത്തസിലാണ്. അടുത്ത വാക്കിലാണെങ്കിൽ ആ എന്ന അല്ലെങ്കിൽ ഈ ഉ എന്നത് വന്നതെങ്കിൽ അടുത്ത വാക്കിലാണെങ്കിൽ മദ് മുൻഫസിൽ എന്ന് പറയും. فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندعو أبناءنا وأبناءكم ندعو أبناءنا وأبناءكم. മദ്ദക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് ഹംസ വന്ന മദ് മുത്തസിലാണ്. വ അബ്നാഅകും, അവിടെയും മദ് മുത്തസിലാണ്. വനിസാഅന വനിസാഅകും, അവിടെയും. ഇവിടൊക്കെ സുക്കൂനുള്ള മീമിന് കണ്ടില്ല. മീമിന്റെ നിയമങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. മീമിന്റെ ശേഷം മീമ് തന്നെ വന്നാൽ സുക്കൂനുള്ള മീമായിരിക്കണം. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് വന്നാൽ ആദ്യത്തെ സുക്കൂനുള്ള മീമിന്റെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കും. ഇദ്ഗാമും ബിഗുന്ന മണിക്കും. അപ്പോൾ ഒരു മീമേ ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. മീമിന്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കും. മീമിന്റെ ശേഷം ബാക്കി ഏത് അക്ഷരം വന്നാലും ഇദ്ഹാർ വ്യക്തമാക്കി പറയും. ഇതുപോലെ വഅബ്നാഅകും വനിസാഅബ്നാഅകും, ഇതാണ് മീമിനെ വ്യക്തമാക്കി പറയാം. വഅബ്നാഅകും വനിസാഅനാ വനിസാഅകും വഅൻഫുസനാ വഅൻഫുസകും ثم نبتهل فنجعل لعنة الله على الكاذبين. فنجعل, ആദ്യത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു. فنجعل لعنة الله على الكاذبين. അവിടെ നിർത്തിയപ്പോൾ നൂനിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് മദ് ആരിൽ വരികയും ചെയ്തു. ഫമൻ ഹാജ്ജക, ഒന്നുകൂടി ഓതി നോക്കി, കൂടെ ഇങ്ങനെ ഓതി നോക്കുക, അല്ലെങ്കിൽ കേട്ടതിന് ശേഷം വീണ്ടും ഓതി നോക്കുക. ഫമൻ ഹാജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി فقل تعالوا ندعو أبناءنا وأبناءكم ونساءنا ونساءكم
وأنفسنا وأنفسكم ثم نبتهل شد الميم على مانيكرم ثم نبتهل فنجعل لعنة الله على الكاذبين إن هذا لهو القصص الحق وما من إله إلا الله حق حق وما من إله إلا الله من إله ഹംസയാണ് വന്ന് സുക്കുള്ള നൂനി ശേഷം ഹംസ വന്നു തെൻവീനിന്റെ ശേഷം അവിടെ ശേഷം ഇലാഹിൻ ഇല്ല അവിടെയും ഹംസയാണ് വന്നത് ഒന്ന് നൂനിന്റെ ശേഷമാണ് ഒന്ന് തെൻവീന്റെ ശേഷം രണ്ടും നിയമം ഒന്ന് തന്നെയാണ് ഇൽഹാർ ചെയ്യണം വ്യക്തമാക്കണം മിൻ ഇലാഹിൻ ഈ വ്യക്തമാക്കേണ്ട സ്ഥലത്തെ നൂനിന് സുക്കൂൻ ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ ശ്രദ്ധയിലുണ്ടാവുക നൂനിന് സുക്കൂൻ ഉണ്ടെങ്കിൽ വ്യക്തമാക്കേണ്ട സ്ഥലമാണ് നൃത്തം അല്ലാത്തടത്ത് സുക്കൂനിൽ പിന്നെ നൂനിന് എന്തുണ്ടാവില്ല പിന്നെ സുക്കൂൻ ഉണ്ടാവുകയില്ല കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ അൻഫുസന അവിടെ നൂനിന് സുക്കൂൻ ഉണ്ടോ ഇല്ലല്ലോ അൻഫുസക്കും അവിടെ ഇല്ല കാരണം എന്താ അത് വ്യക്തമാക്കേണ്ട നൂനല്ലാത്തതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ സുക്കൂന് നൂനിന് സുക്കൂൻ ഉണ്ട് എന്തുകൊണ്ട് വ്യക്തമാക്കേണ്ട നൂനാണ് നൃത്തം ശേഷമുള്ളത് ഇല്ലാഹിന്റെ അക്ഷരമായതുകൊണ്ടാണ് وما من إله إلا الله وإن الله لهو العزيز الحكيم إن هذا لهو القصص الحق وما من إله إلا الله وإن الله لهو العزيز الحكيم فإن تولوا നൂന് സുക്കൂനുണ്ടോ ഇല്ല എന്റെ കാരണം ശേഷമുള്ള ഇല്ലാന്റെ അക്ഷരമല്ല വ്യക്തമാക്കേണ്ട സ്ഥലമല്ല വ്യക്തമാക്കേണ്ട സ്ഥലമാണെങ്കിലേ നൂന് സുക്കൂൻ ഉണ്ടാവുകയുള്ളൂ ഇവിടെ മറച്ചു കാണിക്കണം ത ആണ് വന്ന് അല്ലേ ഇഖ്ഫാന്റെ ചാർട്ടിലേക്ക് നോക്കിയാൽ മതി فإن تولوا فإن الله عليم بالمفسدين ഇവിടെ കണ്ടില്ലേ അലീമുൻ എന്ന തൻവീന്റെ ശേഷം ബ വന്നത് കൊണ്ട് ആ തൻവീനെ മാറ്റിയിട്ട് മീമാക്കി കൊടുത്തു فإن الله عليم بالمفسدين فإن تولوا فإن الله عليم بالمفسدين നൂനിന് സുക്കൂൻ കൊടുത്തു തൊട്ടുമ്പോൾ നീട്ടാനുള്ളത് മദ്ദ ആരിലാണ് 64 قل يا أهل الكتاب قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا إلى كلمة إخفاء ചെയ്യണം ഇദാർ ചെയ്യേണ്ട സ്ഥലത്ത് പെട്ടെന്ന് നമ്മുടെ പിന്നെ റസ്മുൽ ഉസ്മാനിയിലൊക്കെ ഗൾഫ് കൊണ്ടുവന്ന മുസാഫിലൊക്കെ എന്തുണ്ടാവും ആ തെൻവീൻ ഒരു മാറ്റം ഉണ്ടാവും കെലിമത്തിൻ എന്ന തെൻവീൻ കണ്ടില്ലേ ഒരു തെൻവീൻ കഴിഞ്ഞ ചെറിയൊരു നേരിയ വ്യത്യാസത്തിൽ ഒന്ന് നീങ്ങിയിട്ടുണ്ട് മനസ്സിലായി ഇത് ഇൽഹാറിന്റെ സ്ഥലമാണെങ്കിൽ എന്തുണ്ടാവും രണ്ടും ഒരേ ലെവലിലാണ് വരിക ഇത് കണ്ടില്ലേ മിൻ ഇലാഹിൻ ഇവിടെ കണ്ടില്ലേ മിൻ ഇലാഹിൻ ഇല്ല അവിടെ ഇൽഹാർ ചെയ്യേണ്ട സ്ഥലമായതുകൊണ്ടാണ് രണ്ടും ഒരേപോലെ ഒരേ ലെവലിൽ വന്നിട്ടുള്ളത് ഈ ആ തൻവീനൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് കണ്ടില്ലേ കലിമത്തിനോട്ട് തൻവീൻ കണ്ടില്ലേ ഒന്ന് ചെരിഞ്ഞിട്ട് രണ്ടും ചെരിഞ്ഞിട്ടാണ് രണ്ടും രണ്ട് ഭാഗത്തേക്കാണ് ഒന്ന് വലത്തേ ഭാഗത്തേക്കും ഒന്ന് ഇടത്തേ ഭാഗത്തേക്കും അതൊക്കെ തീരെ വ്യത്യാസമാണ് ഇത് എല്ലാ സ്ഥലത്തുള്ളതാണ് قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا تنوين سواء مرمد മുത്തസിലാണ് മത്തക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് ഹംസ വന്നത് لا അവിടെ മുത്തസ അതിന് ശേഷം ഹംസക്ക് തെൻവീനാണുള്ളത് തെൻവീൻ വന്നാൽ തെൻവീന് ശേഷം ബ ആയതുകൊണ്ട് ആ തെൻവീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ സബാ ഇൻ എന്ന തെൻവീനാണ് തെൻവീൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്
തെൻവീനാണെങ്കിലും ഉച്ചാരണത്തിന് നൂനാണ്. ഇൻ ഇൻ സവാഇൻ, ഇതാണ് തെൻവീന്. അപ്പോൾ ആ തെൻവീനിലുള്ള നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കണം. ശേഷമുള്ള ബ ആണെങ്കിൽ സവാഇൻ എന്നുള്ളത് സവാഇൻ ബൈനനാ വബൈനകും. ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا ولا نشرك به നിർത്തണമെങ്കിൽ നീട്ടണ്ട. ولا نشرك به നിർത്തുന്നില്ലെങ്കിൽ ولا نشرك به شيئا അവിടെ നിർത്തുകയാണെങ്കിൽ തൻവീൻ ഫത്ത് ആണ്. തൻവീൻ ഫത്തുള്ള സ്ഥലത്ത് നിർത്തുമ്പോൾ ഷൈഅ എന്ന രൂപത്തിലാണ് നിർത്തേണ്ടത്. ഫത്ത് കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. ولا يتخذ بعضنا بعضا أربابا من دون الله. بعضا അവിടെ കണ്ടില്ലേ, തെൻവീന് ശേഷം ഹംസയാണ്. ഇളാർ ചെയ്യേണ്ട സ്ഥലമാണ്. ഇളാറിന്റെ സ്ഥലത്ത് ആ തെൻവീൻ ഒരേ ലെവലാണ് വന്നിട്ടുള്ളത്. തെൻവീനൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്നാൽ അതിന് ശേഷമുള്ള അർബാബൻ എന്നുള്ള തെൻവീൻ നോക്കി, രണ്ടും വ്യത്യാസമില്ല. അർബാബൻ മിൻ ഇൽഹാറിന്റെ സ്ഥലത്ത് അത് ഒരേ ലെവലായിരിക്കും. അതുപോലെ തന്നെ സുക്കൂണിന്റെ നൂനാണെങ്കിൽ ആ നൂന് സുക്കൂൻ അവിടെ ഉണ്ടാവും, വ്യക്തമാക്കേണ്ടതാണെങ്കിൽ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ മറിച്ച് മണിക്കണം, അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമായിരിക്കും. ഇഖ്തിലാബിന്റെ സ്ഥലത്ത് അവിടെ മീമിന്റെ ചിഹ്നം ഉണ്ടാവും അല്ലേ? ഇൻഷാ അല്ലാഹ്. അർബാബൻ മിൻ ദൂനില്ലാഹ് ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا വായിക്കരുത്, ഫഖൂലു വായിക്കരുത്. നിർത്തുകയാണെങ്കിൽ ഫഖൂലു നിർത്തി. ഇനി കൂട്ടി വായിക്കുകയാണെങ്കിൽ فقولوا اشهدوا بأننا مسلمون فإن تولوا فقولوا اشهدوا بأننا مسلمون فإن تولوا إخفاجر فقولوا اشهدوا بأننا مسلمون شد النون مണിക്കണം. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. 65 يا أهل الكتاب لم تحاجون في إبراهيم وما أنزلت التوراة أين ماتي ها أكي ماتي يا أهل الكتاب لم تحاجون في إبراهيم وما أنزلت أين سكون കൊടുത്തു നിർത്തിയപ്പോൾ അവിടെ ലാസിമാണ് അല്ലേ? നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശബ്ദുള്ള നൂന് വന്നു, ശബ്ദുള്ള ഹാ വന്നു, ജീമ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? മദ് ലാസിമാണ്. ഫീ അവിടെ എന്താണ്? മദ് മുൻഫസിലാണ്. വമാ ഉൻസിലത്ത് അവിടെയും മദ് മുൻഫസിലാണ്. വമാ ഉൻസിലത്തി التوراة والإنجيل إلا من بعده هاي نسكور بعده من എന്നുള്ളതിനെ ശേഷം ബ വന്നു. നൂനിനെ മാറ്റി ബ ആക്കി കൊടുത്തു, നൂനിനെ മാറ്റി മീം ആക്കി കൊടുത്തു. മിൻ എന്നുള്ള മീം ഇഖ്തിലാബാണ്.
من بعده أفلا تعقلون يا أهل الكتاب لم تحاجون في إبراهيم وما أنزلت التوراة والإنجيل إلا من بعده أفلا تعقلون 66 ها أنتم هؤلاء حاججتم فيما لكم به അവിടെ ഒന്ന് ഹാ എന്നുള്ള മൊത്തം മുൻഫസിലാണ്. ഉലായി എന്നുള്ളത് കാണുമ്പോൾ ഒരു പദമാണെങ്കിലും രണ്ടും വ്യത്യാസമാണ്. ഏതായാലും നീട്ടുക. അൻതും ഹഉലാഇ ഹാജജതും ഫീമാ ലക്കും ബിഹി ഹാജജതും ഫീമാ അവിടെ ഇദ്ഗാർ ചെയ്യണം, വ്യക്തമാക്കണം. حاججتم فيما لكم به علم فلم تحاجون فيما ليس لكم به علم والله يعلم وأنتم لا تعلمون أنتم തുറക്കം മുതൽ നോക്കി. അൻതും ഹഉലാഇ ഹാജജതും ഫീമാ ലക്കും ബിഹി മീമിനെ ആണ് മറച്ചു പഠിക്കുക. ലക്കും ബിഹി ഇൽമുൻ ഫലിമ തുഹാജ്ജൂന ഫീമാ ലൈസ ലക്കും ബിഹി ഇൽം വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما نصرانيا ഇദ്ഗാമും ബിഗുന്നയാണ്. തൻവീന് ശേഷം വാവ് വന്നു. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരമാണ് നൗമി നൂന് വാവ് മീമയാ. ولكن كان حنيف بركة വരുന്നുണ്ട്. ولكن كان حنيفا مسلما തൻവീൻ ഫത്താണ്. وما كان من المشركين ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين 68 إن أولى الناس بإبراهيم للذين اتبعوه അതിൻ്റെ ഇടയിൽ വസലിൻ്റെ ഹംസൻ്റെ അലിഫുണ്ട്. ആ അലിഫ് ഹംസ ഉച്ചരിക്കുകയില്ല. കൂട്ടി വായിക്കുമ്പോൾ അത് ആ ചിഹ്നമുള്ള അലിഫുകൾ മുഴുവൻ എന്താണ്, ഹംസകൾ മുഴുവനും അത് ഹംസയാണ്. വസലിൻ്റെ ഹംസ എന്ന് പറയും. ചേർത്തി ഓതുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല, പറയുകയില്ല. അത് ഇല്ലാത്തതുപോലെ ഓതുക. അവിടെ നിർത്തിയിട്ട് ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതുക? ഇത്തബഊഹു എന്നാണോ അത്തബഉ ഉത്തബഉ എന്നാണോ? കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. ഇങ്ങനെയാണ് മൂന്നാമത്തെ അക്ഷരം അല്ലേ? ത കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ബ ആണ്. ബഇന് ഫത്ഹ കസ്റ ആണെങ്കിൽ കസ്റാണ് കൊടുക്കേണ്ടത്. ലൊമ്മാണെങ്കിൽ ലൊമ്മ കൊടുക്കുക. ഫത്ഹ കസ്റ ആണെങ്കിൽ ഈ എന്ന ഹംസക്ക് എന്നാണ് ഈ എന്നാണ് കൊടുക്കേണ്ടത്. അലിഫുണ്ടല്ലോ ഹംസ. ലൊമ്മാണെങ്കിൽ ലൊമ്മ കൊടുക്കുക. അലിഫും ലാമും ആണ് തുടക്കത്തിലെങ്കിൽ ആ കൊടുക്കുക അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ആ ഫത്ത് ആയതുകൊണ്ട് കസ്റാണ് ഹംസക്ക് കൊടുക്കേണ്ടത്. ഇത്തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനു
വഹാദ എന്ന് പറഞ്ഞ് നിർത്തി. ഇനി ഓതുമ്പോൾ എങ്ങനെ ഓതുന്നുണ്ട്? അന്നബിയു. കാരണം അലിഫും ലാമും ആണ്. അലിഫും ലാമുള്ളടുത്ത് നോക്കണ്ട, ആ എന്നാ കൊടുക്കേണ്ടത്. وهذا النبي والذين آمنوا والله ولي المؤمنين إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. 69 ودت طائفة من أهل الكتاب لو يضلونكم وما يضلون إلا أنفسهم وما يشعرون. ഇവിടെ ഫസ്റ്റ് തുടക്കം ഒന്ന് ശ്രദ്ധിക്കുക. ബായിന് സുഖം കൊടുത്തു നിർത്തിയപ്പോൾ തൊട്ട് മുമ്പ് നീട്ടാനുള്ള ഒരു അലിഫുണ്ട്. കുഞ്ഞലിഫാണ്, ചെറിയ അലിഫാണ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നീട്ടുമ്പോൾ ഒരേപോലെയാണ് നീട്ടേണ്ടത്. കിതാബ് നിർത്തിയപ്പോൾ ഹാത്താണ്. ഹാത്തായിന് ഹ ആയിട്ട് ഉച്ചരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, അതിൻ്റെ അടിയിൽ ഒരു താഴ്, ആ താഴ് നമ്മൾ ഉച്ചരിച്ചില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുക? ആദ്യത്തെ അക്ഷരത്തെ രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് കൂട്ടിയോജിപ്പിച്ച് ഉച്ചരിക്കുക. താ ഉച്ചരിക്കുക എന്നാണ് അർത്ഥം. ഇതിലുള്ളത് പോലെ ഉച്ചരിക്കുക. لو يضلونكم وما يضلون إلا أنفسهم وما يشعرون. يا أهل الكتاب لم تكفرون بآيات الله وأنتم تشهدون. وأنتم مخفاجون تشهدون. നൂന് സുക്കൂനെ തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള വാവായതുകൊണ്ട് മദ്ദ ആരില് നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ എന്തെങ്കിലും പുതിയൊരു മദ്ദ ഉണ്ടാവും. അതിന്റെ പേരാണ് മദ്ദ ആരില്. يا أهل الكتاب لم تكفرون بآيات الله وأنتم تشهدون. 71-ാമത്തെ ആയത്ത്. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. നേരത്തെ ഓതിയ അതേപോലത്തെ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവും. يا أهل الكتاب لم تلبسون الحق بالباطل. ലാം സുക്കൂൻ കൊടുത്തു. وتكتمون الحق وأنتم تعلمون. നേരത്തെ ഓതിയ പോലെ وقال ഉച്ചരിക്കൂല. وقال طائفة من തൻവീനെ മീമോ ഇദ്ഗാമും ബിഗുന്നയാണ്. മിൻ അഹ്ലി. എന്താ കാരണം? നൂന് വ്യക്തമാക്കാൻ നൂന് സുക്കൂനുണ്ട്. വരാൻ കാരണം ശേഷമുള്ളത് ഇദ്ഗാറിന്റെ അക്ഷരമായി ആയതുകൊണ്ടാണ്. ഹംസ ഇദ്ഗാറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസ, ഐന്, ഗൈന്. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ. അരിഫിന്റെ മുകളിൽ ഫത്തിട്ട ആ ഇ ഉ എന്ന് പറയില്ലേ? ഹംസ ഏത് രൂപത്തിലുള്ള ഹംസയാണെങ്കിലും അത് അവിടെ എന്താണ്? ഹംസയാണ്. من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. وقال طائفة من أهل الكتاب آمنوا بالذي أنزل
آمنوا بالذي أنزل أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. آية نور صدقي. وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم. ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم. واسع തൻവീനാണ്. അതിന് വന്ന് നിദാർശീലം വ്യക്തമാക്കണം. 74 يختص برحمته من يشاء. അടുത്തി ഹംസക്ക് സുക്കൂൻ കൊടുത്തു. തൊട്ടുമുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് ശേഷമുള്ളത് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ മദ് മുത്തസിലും മുൻഫസിലും വരും. അതേ വാക്കിലാണെങ്കിൽ മദ് മുത്തസിലാണ്, അപ്പുറത്തെ വാക്കിലാണെങ്കിൽ മദ് മുൻഫസിലാണ്. والله ذو الفضل العظيم يختص برحمته من يشاء والله ذو الفضل العظيم. والله ذو الفضل العظيم. 75-ാമത്തെ ആയത്ത്. ومن أهل الكتاب من إن تأمنه بقنطار يؤده. ومن ശേഷമുള്ള ഹംസയായതുകൊണ്ട് ഇല്ലാർ ചെയ്യണം. ومن أهل الكتاب من إن സുക്കൂനുള്ള നൂനാണ് അല്ലേ, നൂൻ അവിടെ കൊടുത്തിട്ട് ഇല്ലാർ ചെയ്യണം. ഹംസയാണ്. إن تأمنه بقنطار അവിടെ നിർത്തി റാവിന് സുക്കൂന്. അവിടെ അതിന് ശേഷം എന്നോട് ഇടയിലാണ്ടിയേ മൻഹു അവിടെ നൂന് സുക്കൂനുണ്ട്. അവിടെ എന്തില്ല, നൂന് സുക്കൂനില്ല. അപ്പൊ ഒന്ന് വെളിവാക്കേണ്ടതാണ്, ഒന്ന് മറച്ച് മണിക്കേണ്ട ഇഖ്ഫാന്റെ അക്ഷരമാണ്. ഇപ്പോ മൻ ഇൻ തഅ്മൻഹു ബിഖിൻതാർ അവിടെ നിർത്തുന്നില്ല എങ്കിൽ بقنطار يؤده إليك. نقول اسم طاء ونو طاء إخفاء جنا طاري أريد غم بغنيان يؤده إليك. അവിടെ മദ് മുൻഫസിലും വരുന്നുണ്ട്. വമിൻഹും സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ ഓർമ്മ ഉണ്ടാവും. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക.
ومنهم من إن تأمنه بدينار لا يؤديه إليك إلا ما دمت عليه قائما ذلك بأنهم قالوا ليس علينا في الأميين سبيل. മീമിന് ശബ്ദുണ്ട്, യാന് ശബ്ദുണ്ട്. യാന് ശബ്ദ കട്ടി കൊടുക്കുക, മീമിന് കട്ടി കൊടുക്കുന്നതിന് പുറമെ മണിക്കും ചെയ്യുക. ഉമ്മീന ഉമ്മീന്ന് പറഞ്ഞ ഉമ്മീന സബീലും വയഖൂലൂൻ ഫിൽ ഉമ്മീന നിർത്തുമ്പോൾ ഫിൽ ഉമ്മീൻ. ഫിൽ എങ്ങനെ വായിക്കണ്ടേ? ഫീ എന്നാണുള്ളത്. ഫിൽ ഉമ്മീന സബീലും വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. ഒന്നുകൂടെ വമിൻ ഈ ആയത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വമിൻ അഹ്ലിൽ കിതാബി മൻ ഇൻ തഅ്മൻഹു ബിഖിൻതാരി യുഅദ്ദിഹി ഇലൈക. ബിഖിൻ ഇഖ്ഫാ ചെയ്യണം. റായിന് തൻവീനാണ്, തൻവീന ഷിയാ വന്നിട്ടുണ്ട്. ഇദ്ഗാം ബിഗുന്നയാണ്. നൗമി നൂന് വാവ് മീം യാ. بقنطار يؤديه إليك ومنهم من إن تأمنه بدينار لا يؤديه إليك إلا ما دمت عليه قائما. തൻവീൻ ഫത്താണ്, തൻവീൻ ഫത്ത് ഖായിമ നിർത്തിയപ്പോൾ. ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون على الله الكذب وهم يعلمون. بلى من أوفى بعهده واتقى فإن الله يحب المتقين. بلى من أوفى بعهده واتقى فإن الله يحب المتقين. നൂന് സുക്കൂനെ തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള ആയതുകൊണ്ട് നീട്ടണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടക്കം മുതൽ ഒന്ന് ഓതി നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندعو أبناءنا وأبناءكم ونساءنا ونساءكم وأنفسنا وأنفسكم ثم نبتهل فنجعل لعنة الله على الكاذبين. إن هذا لهو القصص الحق وما من إله إلا الله وإن الله لهو العزيز الحكيم. فإن تولوا فإن الله عليم بالمفسدين. قل يا
أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون يا أهل الكتاب لم تحاجون في إبراهيم وما أنزلت التوراة والإنجيل إلا من بعده أفلا تعقلون ها أنتم هؤلاء حاججتم فيما لكم به علم فلم تحاجون فيما ليس لكم به علم والله يعلم وأنتم لا تعلمون ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين ودت طائفة من أهل الكتاب لو يضلونكم وما يضلون إلا أنفسهم وما يشعرون يا أهل الكتاب لم تكفرون بآيات الله وأنتم تشهدون يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم يختص برحمته من يشاء والله ذو الفضل العظيم
ومن أهل الكتاب من إن تأمنه بقنطار يؤده إليك ومنهم من إن تأمنه بدينار لا يؤده إليك إلا ما دمت عليه قائما ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون على الله الكذب وهم يعلمون بلى من أوفى بعهده واتقى فإن الله يحب المتقين صدق الله العلي العظيم റഹ്മുറാഹിമായ റഹ്മാനെ റബ്ബെ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാൻ. ഞങ്ങൾ ഓതിയ ഖിറാഅത്തിനെ നീ സ്വീകരിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങൾ ഓതിയ ഖിറാഅത്തിനെ നീ സ്വീകരിക്കണം റഹ്മാനെ. കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിവരപ്പെട്ട അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ഒക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാവുക. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഈ ക്ലാസ്സും കേൾക്കലും ഓതലും പഠിപ്പിക്കലും ഒക്കെ അവൻ്റെ സ്വാലിഹിയായ ഒരു അമലായി നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഇതിലേക്ക് മിസ്ലു സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരൊക്കെ ഹദറത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവിടത്തൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. അവിടത്തൊക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാവിധ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ പരിപൂർണമായിട്ടും ശിഫ നൽകണേ റഹ്മാൻ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണ അല്ലാഹ്, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. ധാരാളമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ഖത്മുകൾ തീർക്കാനും റഹ്മാനെ റബ്ബെ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണ അല്ലാഹ്. നിന്റെ യഥാർത്ഥ ദീനിന്റെ ഖാദിമീങ്ങളിൽ ഖാദിമാത്യങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണ റഹ്മാനെ. ദീനിന് വേണ്ടി ധാരാളമായിട്ട് സേവനം ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. നിന്റെ യഥാർത്ഥ മുഖ്ലിസീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ശിഷ്ടകാലം ഇബാദത്തിലായിക്കൊണ്ട് ജീവിക്കാൻ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളാക്കിയ മാതാപിതാക്കൾ റഹ്മാനെ റബ്ബെ ജീവിച്ചൊരുക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളാക്കിയ മാതാപിതാക്കൾ ഉസ്താദന്മാർ ഭക്ഷണം തന്നവർ സഹായിച്ചവർ സഹകരിച്ചവർ റഹ്മാനെ റബ്ബെ ഒരുപാട് ആളുകൾ നാമുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. എല്ലാവരും നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ആരെല്ലാം നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് റഹ്മാനെ റബ്ബെ, ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് സഹകരിക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ, നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ, ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര് റഹ്മാനെ റബ്ബെ, പ്രായമുള്ളവർ, കുട്ടികൾ, അതുപോലെ തന്നെ സഹോദരി, യുവാക്കൾ, യുവതികൾ റഹ്മാനെ റബ്ബെ, ഒരുപാട് ആളുകൾ പ്രേക്ഷകരുണ്ട് റഹ്മാനെ റബ്ബെ. വിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. എല്ലാം നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾ ഓരോ ഹർഫിനും ധാരാളം ഹസനാത്തുകൾ നീ രേഖപ്പെടുത്തി വെക്കണം റഹ്മാനെ. നന്മകളായിട്ട് നീ രേഖപ്പെടുത്തി വെക്കണം റഹ്മാനെ. ഞങ്ങൾ ഖബറിലേക്ക് നീ ഞങ്ങൾക്ക് ഇനാസായി നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് മൗത്തായവരിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. നാളെ കൺകുളിർമ കാണാനുള്ള സൗഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളൊക്കെ ആഖിബത്തിനെ നന്നാക്കി തരണ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനിലായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.